എല്ലാവർക്കും മൈൻഡ് എൻചാൻറ്റിങ്ങിൻ്റെ ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് ആ പേഴ്സണ് നിങ്ങളോട് എന്ത് ഫീലിങ്സാണുള്ളത്, അവരുടെ മനസ്സിൽ എന്താണെന്നാണ് കേട്ടോ. നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അങ്ങേക്കും റെസനേറ്റ് ആവണില്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ റീഡിങ്ങിന് മുമ്പ് ഒരു എനർജി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അവരുടെ പുറത്ത് കാണിക്കുന്ന ഫീലിങ്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ മജീഷ്യൻ എന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നീട് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. സൺ എന്ന കാർഡാണ്, മൂൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കുമ്പോൾ പേജ് പെൻഡിക്കേസ് ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആക്ഷൻ മജീഷ്യൻ എന്ന കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് കാണിക്കുന്ന ഫീലിങ്സ് എന്താണെന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉള്ള പോലെ ആയിരിക്കും അവർ പുറമേക്ക് പെരുമാറുന്നുണ്ടാവുക. എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ്, കൺട്രോളും അവരുടെ കയ്യിലാണെന്ന് തോന്നിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഇവർക്ക് ഉണ്ടാവുക കേട്ടോ. അതുപോലെ എനിക്ക് എല്ലാം അറിയാം, ഞാൻ എല്ലാം ചെയ്യുന്നു എന്നൊരു വൈബ് ഇവർ കാണിക്കും. പക്ഷേ ഇത് ഫുള്ളി ഒരു ഓപ്പൺ ഫീലിംഗ് അല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഇമോഷൻസ് അവർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് നമുക്കിവിടെ ഇയാൾ കാണാനുള്ളത്. പിന്നീട് മൂൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ മൂൺ എന്ന കാർഡാണ് വന്നത്. വളരെയധികം കൺഫ്യൂഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ഉള്ളിൽ പേടിയുണ്ട്. ഇതാണ് സത്യത്തിൽ യാഥാർത്ഥ്യം. അവരിപ്പോൾ പേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അവർക്ക്. അതായത് ചിലപ്പോൾ കൺഫ്യൂഷൻ, ചിലപ്പോൾ പേടി, സന്തോഷിക്കണ്ടേന്ന് അറിയണില്ല. ചില മിഥ്യാധാരണകളിലൂടെയൊക്കെയാണ് അവരിവിടെ കടന്നു പോകുന്നത്. ഒരു ഇൻസെക്യൂരിറ്റി ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് അവർക്കിവിടെ ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അതിൽ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത അവരുടെ പേടി കാരണം അവരുടെ ഉള്ളിലുള്ളതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. സ്വന്തം ഇമോഷൻസിനെ തന്നെ അവരിവിടെ ശരിയായി മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവരുടെ ഈ ഒരു ഫിയറും കൺഫ്യൂഷനും മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഇമോഷൻസും ഒക്കെ കാരണമാണ് അവർക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവരൊരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്തരത്തിലൊരു മൈൻഡ് സെറ്റിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അവർക്ക് ഒരുപാട് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, എൻ്റേതായ സ്റ്റാൻഡ് ഉണ്ട്, അതിൽ തന്നെ നിൽക്കണം എന്നൊരു ഫൈറ്റ് അവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പുറത്തു നിന്നും അവർക്ക് പല എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ ഫാമിലിയിൽ നിന്നും, അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ മൂലമോ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായ ചില കാര്യങ്ങൾ മൂലമൊക്കെ അങ്ങനെയുള്ള പലതിനെയും പ്രതിരോധിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ ശക്തമായിട്ട് കാണാനുണ്ട്, ഒരു റെസിസ്റ്റൻസ് എനർജി. അതുകൊണ്ട് അവരിപ്പോൾ ഒരു ഓപ്പണായി ഒന്ന് മുന്നോട്ട് വരാൻ അവർക്ക് ഇപ്പോൾ കഴിയില്ല. അവരതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് കേട്ടോ. പിന്നീട് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കുമ്പോൾ അവരിവിടെ നിങ്ങളോട് അവർക്ക് ചില ഫീലിങ്സ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. സ്ലോ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നിങ്ങളോട് ഇവിടെ അവർ കാണിക്കുക. അതുപോലെ തന്നെ സ്മോൾ സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ അവർ മുന്നോട്ടെടുത്ത് വെക്കുക. ഒന്ന് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം എന്നാണ് അവരിവിടെ വിചാരിക്കുന്നത്. സീരിയസ്നെസ്
ബിൽഡ് ചെയ്തെടുക്കണം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി നിങ്ങളിലേക്ക് അവർ വരില്ല, പക്ഷെ ഒന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവാം എന്നൊരു എനർജിയാണ് ഇവിടെയുള്ളത് കേട്ടോ. പിന്നീട് സ്റ്റാർ എന്ന കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്നും എന്ത് ആക്ഷനാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ഹോപ്പ്ഫുള്ളുള്ള ഒരു റീകണക്ഷൻ നിങ്ങൾക്കിടയിൽ വരാം. ഒരു കണക്ഷൻ വരാനുള്ള സാധ്യതയാണ്. പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഇവിടെ നമുക്ക് കൂടുതലും ദ സ്റ്റാർ എന്ന കാർഡ് വരുമ്പോൾ കാണാനുള്ളത്. നിങ്ങൾക്കിടയിൽ സൈലൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുപോലെ ഹീലിംഗ് എനർജിയും നമുക്ക് വളരെയധികം നന്നായിട്ട് ഇവിടെ കാണാനുണ്ട്. ഒരു ഡ്രാമാറ്റിക് ആയിരിക്കില്ല, പക്ഷെ ഹോപ്പ്ഫുള്ളും ഒരു ജെന്റിലും ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത് കേട്ടോ. ഇത് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തേക്ക് അവർ നിങ്ങളോട് കാണിക്കുന്നത് ഒരുപാട് കോൺഫിഡൻസ് ഉള്ള എല്ലാം തികഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലും കൺഫ്യൂഷൻസ് ഉണ്ട്, പേടിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലും ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നീട് അവർ ഒരുപാട് എതിർത്ത് നിൽക്കുന്ന, മറ്റുള്ളവരെ റെസിസ്റ്റൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷറോ അല്ലെങ്കിൽ മുമ്പ് അവരുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. ഇനി അവർക്ക് നിങ്ങളോടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് നോക്കുമ്പോൾ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. കള്ളത്തരങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ സ്ലോ ആയിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തിട്ടോ. ഇനി ഇത് എന്ത് ഔട്ട്കമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നോക്കുമ്പോൾ വളരെയധികം ഹാപ്പി അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ തരുന്ന ഒരു ഔട്ട്കം തന്നെയായിരിക്കും. ഒരു റീകണക്ഷനോ ഒരു റിലേഷനോ ഒക്കെ ഉള്ള ഒരു പുതിയ കണക്ഷനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ ഇതൊരു എൻഡാകുന്ന എനർജിയായിട്ട് നമുക്ക് കാണാനില്ല. ഇത് ഒരു ഹീലിംഗ് സ്റ്റേജാണ് ഇപ്പം നിങ്ങൾക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം.